10th വന്നപ്പം 10th വെച്ച് ഫുൾ എ പ്ലസ് വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടായി. ആ ആഗ്രഹം ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പായുടെ ഒരു പെങ്ങള് കുഞ്ഞിലെ തന്നെ മരിച്ചു പോയായിരുന്നു. അപ്പോൾ ആൻറ്റിയുടെ ഒരു ട്രോഫി വീട്ടിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റിക്ക് നേഴ്സിംഗ് പഠിക്കുമ്പം ഫസ്റ്റ് കിട്ടിയതിൻ്റെ ഒരു ട്രോഫി ആയിരുന്നു അത്. ആ ട്രോഫി എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തു. എനിക്കും അതുപോലെ ഒരു ട്രോഫി വീട്ടിൽ കൊണ്ടുവരണം എന്നൊരു ആഗ്രഹമുണ്ടായി. അപ്പോൾ അങ്ങനെ ആ ആഗ്രഹം ഞാൻ മമ്മിയോട് പറഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു, ഓക്കെ നീ നന്നായിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് പഠിക്കുക, അപ്പോൾ ഈശോ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നൊരു ശീലമൊന്നും ആ സമയത്തില്ലായിരുന്നു. പക്ഷേ 10th ക്ലാസ് കയറി കഴിഞ്ഞപ്പം എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. അതായത് ഈശോയോട് പറഞ്ഞാൽ ഈശോയ്ക്ക് മാത്രമേ ഉള്ളൂ ഇത് സാധിക്കുകയുള്ളെന്ന് എനിക്ക് മനസ്സിലായി. എന്നെക്കൊണ്ട് ഇത് സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് പോകും. എക്സാം ആണെങ്കിലും കുർബാനയ്ക്ക് പോയതിന് ശേഷമാണ് എക്സാമിന് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കുർബാനയ്ക്ക് ഈശോയെ സ്വീകരിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഈ ആഗ്രഹം ഈശോയോട് പറയുമായിരുന്നു. എൻ്റെ ഈശോയെ, എനിക്ക് 10th ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടണമെന്നൊരു ആഗ്രഹമുണ്ട്, ഈശോ അത് സാധിച്ചു തരണമെന്ന് ഈശോയെ ഉൾക്കൊള്ളുന്നതിന് മുമ്പ് പറയുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു, പഠിച്ചു. അതുപോലെ തന്നെ ഫിലിപ്പി 4:13 ആ വചനം എല്ലാ നോട്ട്ബുക്കിൻ്റെയും ടെക്സ്റ്റ് ബുക്കിൻ്റെയും ഫ്രണ്ടിൽ എഴുതി വെച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഞാനും 9 എല്ലാ ദിവസവും പഠിക്കുന്നതിന് മുമ്പ് വായിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചും പഠിച്ചും എക്സാമിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരുന്നു. ചില എക്സാമൊക്കെ നല്ല എളുപ്പമായിരുന്നു, ചില എക്സാം കുറച്ച് പാടായിരുന്നു. ആ 10th എക്സാമിനിടയ്ക്കും ഒരു അത്ഭുതമുണ്ടായി. ഞാൻ സോഷ്യൽ സയൻസിൻ്റെ എക്സാമിന് വേണ്ടി ഇരുന്നപ്പം ആ എക്സാമിന് നമുക്കിങ്ങനെ ഇന്ത്യയുടെ മാപ്പ് തന്നിട്ട് ഏതെങ്കിലും 5 ഇൻഡസ്ട്രീസ് ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ 5 ഇൻഡസ്ട്രിയുടെ ലൊക്കേഷൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ആ സമയത്ത് സന്തോഷത്തിൻ്റെ 5ാം രഹസ്യം ചൊല്ലി, ഒരു വിശ്വാസ പ്രമാണവും ചൊല്ലി. എന്നിട്ട് ഞാൻ കണ്ണടച്ച് ആ മാപ്പിൽ 5 ഡോട്ട് ഇട്ടു. അത് എവിടെ ഇട്ടെന്ന് എനിക്ക് പോലും അറിയത്തില്ല, അതുപോലെ ഇട്ടതാണ്. പക്ഷേ എക്സാം കഴിഞ്ഞ് നോക്കിയപ്പം ഞാൻ ലൊക്കേറ്റ് ചെയ്ത 5 ലൊക്കേഷനും കറക്റ്റായിരുന്നു. അപ്പോൾ അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് വീണ്ടും വിശ്വാസത്തിൽ വളർത്താൻ എന്നെ ഒത്തിരി സഹായിച്ചു. നിയമാവർത്തനം 4:7 പറയുന്ന പോലെ, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. ആ ഒരു വചനം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ആ എക്സാം ഹാളിൽ ഈശോ ഇറങ്ങി വന്ന് ഈശോ എൻ്റെ കൈ പിടിച്ച് അത് ചെയ്തുകൊണ്ട് മാത്രമാണ് അതങ്ങനെ സംഭവിച്ചത്. അങ്ങനെ റിസൾട്ട് വന്നപ്പോഴാണേലും 10th ഫുൾ എ പ്ലസോടെ പാസ്സാവാൻ കർത്താവ് അനുഗ്രഹിച്ചു. അതൊരു വലിയ അത്ഭുതമായിരുന്നു. ദൈവം കൂടെ ഉണ്ടെങ്കിൽ എന്തും സംഭവിക്കും, കഴിവിനപ്പുറമുള്ള കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളൊരു ബോധ്യം അങ്ങനെ ലഭിച്ചു.